കക്കി ഡാമിന്റെ ഷട്ടർ 75 സെന്റിമീറ്ററിൽ നിന്ന് 90 സെന്റിമീറ്ററായി ഉയർത്തും. പമ്പാ തീരത്ത് ജലനിരപ്പ് വീണ്ടും ഉയരാൻ സാധ്യത. ജാഗ്രത വേണമെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നു. പ്രേംലാൽ പ്രബുദ്ധനുണ്ട് വിവരങ്ങളുമായി. പ്രേംലാൽ, ജലനിരപ്പ് ഉയരുന്നത് രക്ഷാപ്രവർത്തനത്തിനെ പ്രതികൂലമായി ബാധിക്കുമോ? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അപർണ, രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. കാരണം ദുരിതബാധിത മേഖലകളിൽ നിന്ന് ഏതാണ്ട് 90% ആളുകളെ പുറത്തെത്തിക്കാൻ സാധിച്ചു. അവരെല്ലാവരും തന്നെ സുരക്ഷിതരുമാണ്. ആ സാഹചര്യത്തിൽ ജലനിരപ്പ് ഉയർന്നാൽ തന്നെയും അതുമൂലമുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ വേറൊരു പ്രതിസന്ധി ഉള്ളത്, നിലവിൽ ജലനിരപ്പ് താഴ്ന്നതിന്റെ പേരിൽ പലരും വീട് ഉപേക്ഷിച്ചു വരാതെ വീടിന്റെ ടെറസിന് മുകളിൽ തന്നെ നിലയുറപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവരുടെ കാര്യത്തിലാണ് ഇപ്പോൾ ആശങ്കയുള്ളത്. കാരണം ജലനിരപ്പ് എത്രത്തോളം ഉയരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ അത്ര വലിയ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ലെന്നാണ് ജില്ലാ ഭരണകൂടം പറയുന്നത്. കാരണം 75 സെന്റിമീറ്ററിൽ നിന്ന് 90 സെന്റിമീറ്റർ ആയിട്ടാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ജലനിരപ്പിൽ കാര്യമായ ഒരു വർധനവ് ഉണ്ടാകാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ അതിനെ ആശങ്കയ്ക്കും വകയില്ല. നിലവിൽ ഏതാണ്ട് 548 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ജില്ലയിൽ വിവിധ ഇടങ്ങളിൽ തുറന്നിട്ടുള്ളത്. ഏതാണ്ട് 55,000 മേൽ ആളുകൾ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ഒരു മരണമാണ് ഇന്ന് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിന്റെയൊക്കെ ആകെ തുക എന്ന് പറയുന്നത് ഇത്ര വലിയ ഒരു പ്രതിസന്ധി, ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടായത് അത് വളരെ തൃപ്തികരമായി തന്നെ അത് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം വിജയിച്ചു എന്ന് വേണം കരുതാൻ. നിലവിൽ രക്ഷാപ്രവർത്തനം കേന്ദ്രീകരിച്ചിരിക്കുന്നത് തിരുവല്ല, ചെങ്ങന്നൂർ മേഖലകളിലാണ്. ആറന്മുള, കോഴഞ്ചേരി, റാന്നി മേഖലകളിൽ ഏതാണ്ട് രക്ഷാപ്രവർത്തനം പൂർത്തിയായിട്ടുണ്ട്. പലയിടങ്ങളിലായി കുടുങ്ങിയിട്ടുള്ളവർക്ക് ഭക്ഷണവും മരുന്നും വെള്ളവും എത്തിച്ചു നൽകുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്നാൽ അവരെല്ലാം തന്നെ സുരക്ഷിതരാണെന്നാണ് ജില്ലാ ഭരണകൂടം വിലയിരുത്തിയിട്ടുള്ളത്. അപർണ.